ില്ല എന്നൊക്കെ പറയേണ്ടി വരും. ഞാൻ അതിനെ ഒരു രാഷ്ട്രീയ വാർത്തയുമായിട്ട് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. എം മണിയുടെ പ്രസ്താവന ഒരു വിവാദ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പ്രസംഗിച്ച് നടന്നാൽ പ്രസ്ഥാനമുണ്ടാവില്ല, കിട്ടുന്നിടത്ത് തിരിച്ചടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള പ്രസ്താവന എം മണിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ നേരെ തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിലേക്ക് പോവുകയാണ്. അവിടെ ആറാട്ടുപുഴയിൽ പൂരങ്ങളെയും ഉത്സവങ്ങളെയും സംരക്ഷിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ആനകളുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പൂരങ്ങളും ഉത്സവങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആറാട്ടുപുഴ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതിയുടെ പ്രതീകാത്മക പൂരം ഇപ്പോൾ നടക്കുകയാണ്. അവിടെ മേളവാദ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൃശ്യങ്ങളിലേക്ക് തൃശൂർ ആറാട്ടുപുഴയിൽ പൂരങ്ങളും ഉത്സവങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രതീകാത്മകമായ ആറാട്ടുപുഴ പൂരം നടക്കുകയാണ്. പ്രതീകാത്മകമായ ആറാട്ടുപുഴ പൂരം ഒരുപക്ഷേ ആറാട്ടുപുഴ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് ചരിത്രപരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇത് എന്ന് പറയുന്നത്. ഈ പൂരം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ കാണുന്ന നെറ്റിപ്പട്ടങ്ങൾക്ക് പിറകിൽ ആനകൾ ഇല്ല. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കാറുണ്ട് ഇവിടെ എന്ന് പണ്ട് മഹാകവി പാടിയിട്ടുണ്ട്. ഹൃദയം ദേവാലയം എന്നുള്ള ഗാനത്തിൽ ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കാറുണ്ട് ഇവിടെ എന്ന ആ ഗാനത്തിലെ വരികൾ ഇതാ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നു. ആനകളുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ, ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ, ആ ജനകീയ സുരക്ഷ കണക്കിലെടുത്ത് ഹൈക്കോടതി മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ പാലിക്കാൻ പ്രയാസമാണെന്നും അങ്ങനെ പാലിച്ചാൽ പൂരം നടത്താൻ കഴിയില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ദേവസ്വങ്ങൾ പല രീതിയിലുള്ള എതിർപ്പുകൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ആ എതിർപ്പുകളുടെ പശ്ചാത്തലത്തിൽ ആണ് ആറാട്ടുപുഴയിൽ ഈ പ്രതീകാത്മക പൂരം നടക്കുന്നത്. ഈ പൂരത്തിൽ ഇതാ ആനകൾ ഇല്ല, നെറ്റിപ്പട്ടങ്ങൾ മാത്രമേയുള്ളൂ. പ്രതീകാത്മകമായ പൂരമാണ്. പൂരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ആറാട്ടുപുഴയിലെ പ്രതീകാത്മക പൂരത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറാട്ടുപുഴ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് പൂരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ പൂരം പക്ഷേ ആനകളില്ലെങ്കിൽ പോലും എത്രമേൽ വർണ്ണാഭമാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ അതാ ആ നെറ്റിപ്പട്ടങ്ങൾ കെട്ടി നിൽക്കുന്ന ആ കാഴ്ച, അതിൻ്റെ പിറകിൽ ആനകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കേണ്ടതാണ്, ഭക്തർ തന്നെ തീരുമാനിക്കേണ്ടതാണ് അതിൻ്റെ കൗതുകത്തിൻ്റെ അംശങ്ങൾ. എങ്കിലും വർണ്ണത്തിന്, അതിൻ്റെ ആനന്ദത്തിന്, അതിൻ്റെ രസത്തിന് ഒരു കുറവും ഇല്ല എന്ന് പറയേണ്ടി വരും ചിലപ്പോൾ. പക്ഷേ അങ്ങനെ
അങ്ങനെയല്ല എന്ന് ഭക്തർ തിരിച്ചു പറഞ്ഞു എന്ന് വന്നേക്കാം. ഇത് അങ്ങേയറ്റം വിവാദമായിട്ടുള്ളൊരു വിഷയവുമാണ്. എന്തായാലും പ്രേക്ഷകരിലേക്ക് ഈ പ്രതീകാത്മക പൂരം ആലപ്പുഴ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ നിന്ന്, ക്ഷേത്രാങ്കണത്തിൽ നിന്ന് എത്തിക്കുകയാണ് തത്സമയം.
തൃശൂർ ആറാട്ടുപുഴ ക്ഷേത്രാങ്കണത്തിൽ നിന്നുള്ള പ്രതീകാത്മക പൂരത്തിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനകൾ എഴുന്നള്ളിപ്പ് ഇവയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വ്യവസ്ഥകൾ, മാനദണ്ഡങ്ങൾ അവ പൂരം നടത്തിപ്പിനെ ബാധിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്ന് വരികയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ പൂരങ്ങളെയും ഉത്സവങ്ങളെയും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആറാട്ടുപുഴ ക്ഷേത്രാങ്കണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആനകളില്ലാത്ത പ്രതീകാത്മക പൂരത്തിൻ്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മറ്റു വാർത്തകളിലേക്ക് നമ്മൾക്ക് പോകാനുള്ളത് കൊണ്ട് തൽക്കാലം നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5875 രൂപ, പവന് 47,000 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോ 99,000 രൂപ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്